അയാളുടെ മക്കളും ഭാര്യയും പറഞ്ഞ് സമാധിയാണ്. നമുക്ക് സമാധി എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ നമ്മളത് പറയുന്നത്. അത് ഇന്ത്യൻ കൺസെപ്റ്റിന് സമാധി പറഞ്ഞ് പഠിച്ചേ പറ്റുള്ളൂ. അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ശാസ്ത്രം കുറച്ചുകൂടെ പഠിക്കുക, സുവോളജി കുറച്ചുകൂടെ പഠിക്കുക. ഞാൻ സുവോളജി പോസ്റ്റ്മോർട്ടത്തിൻ്റെ എല്ലാ പോസ്റ്റ്മോർട്ടത്തിൽ കയറുന്നത് അല്ലെ, സുവോളജിയും ബയോളജിയും എല്ലാം പഠിക്കണം. ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം നടത്താനും ഉള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. അപ്പൊ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഇപ്പൊ പുള്ളിക്കാരനാണല്ലോ കേരളത്തിൽ മുഴുവൻ ചർച്ചാ വിഷയം. എവിടെ നോക്കിയാലും ഇപ്പം ഗോപൻ സ്വാമിയെ കുറിച്ചുള്ള ചർച്ചകളാണ് അല്ലേ. എന്തായാലും ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ പൂർത്തിയായി. മരണത്തിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്നുള്ളതാണ് പുറത്തു തന്നെ റിപ്പോർട്ട് അല്ലേ. ഇനി രാസപരിശോധന ഫലം കൂടി പുറത്തു വരാനുണ്ട്. എന്തായാലും ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഗോപൻ സ്വാമിയുടെ മകൻ ഒരു ബിഗ് അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. എന്താണെന്നല്ലേ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. മഹാസമാധി 3 മണിക്ക്. പിന്നെ ഈ സമാധി എങ്ങനെയാണെന്ന് സാർ പറയും. സാർ പറഞ്ഞാട്ടെ. എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായി പോയി. ഈ ചെറിയ സമാധി പൊളിഞ്ഞ സാഹചര്യത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സമാധി തന്നെ ആയിക്കോട്ടെ അല്ലേ. ഇനിയിപ്പോ സാറിന് എന്താണോ പറയുള്ളത് പറഞ്ഞാട്ടെ. ഒരു സമാധി അവരുടെ അതനുസരിച്ച് ചെയ്തത് കീറി മുറിച്ച് അത് ഇരുന്ന സമാധിയെ കിടത്തി അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ എത്രത്തോളം കഴിയും? ഇല്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയതിനെ കുറിച്ചാണ് പോയി പറഞ്ഞത്. അല്ല, പോസ്റ്റ്മോർട്ടം പിന്നെ കീറ് മുറിച്ചാലാണ് ചെയ്യാൻ പറ്റൂലല്ലോ. ഗോപൻ സ്വാമിയാണെന്ന് വിചാരിച്ചിട്ട് കീറ് മുറിക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ. കീറ് മുറിച്ചതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും സാറ് ബാക്കി പറഞ്ഞാട്ടെ. എന്തായാലും ഒരു മഹാസമാധി, ഒരു രാജാവിന്റെ ഒരു ചടങ്ങുകൾ എങ്ങനെ നടക്കും അതുപോലെ നാളെ നമ്മൾ ഈ ചടങ്ങുകൾ നടത്തും. അത് ശരി. അപ്പൊ നാളെ തൊട്ട് നമ്മുടെ ഗോപൻ സ്വാമി ഒരു ചെറിയ പുള്ളിയല്ല എന്നർത്ഥം. ശ്രീ ഗോപൻ സ്വാമി അവറുകളായി മാറാൻ പോവാണല്ലേ. ഒരു നാട്ടിലെ സ്വാമിമാര് മൊത്തം സമാധി ആഘോഷിച്ച് വലിയൊരു സ്വാമി ആവാൻ പോവാണ് നാളെ എന്നല്ല, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ ഈ സമാധി തുടങ്ങിയിട്ടുണ്ടാകും. എന്തായാലും വല്ലാത്തൊരു സമാധി ആയിപ്പോയി. ആരും അറിയാത്ത ഭാര്യ മക്കളും സമാധി നടത്താൻ നോക്കിയതാണ്. ഇതിപ്പോ കേരള ജനത മുഴുവനും കണ്ടൊരു സമാധി ആയിട്ട് മാറി. എന്തായാലും കൊള്ളാം ഈ ബിഗ് ബഡ്ജറ്റ് ആഘോഷം. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 24 ന്യൂസിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫും രാഹുൽ ഈശ്വറൊക്കെ പങ്കെടുത്തൊരു ചർച്ചയായിരുന്നു അത്. ജോർജ് ജോസഫിന് അറിയാലോ, നമ്മുടെ നാട്ടിൽ എന്ത് ക്രൈം നടന്നാലും അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരന് സോഷ്യൽ മീഡിയയിൽ വന്നൊരു അഭിപ്രായം പറയും. ഏതെങ്കിലും ഒരു ചാനലിൽ മൂപ്പർ അഭിപ്രായം ഉണ്ടാവും. നല്ല കാര്യമാണ്, ആള് റിട്ടയർഡ് എസ് പി ആണല്ലോ. അപ്പൊ ആൾക്ക് നടക്കുന്ന ക്രൈമുകളുമായി ബന്ധപ്പെട്ട് നല്ല അറിവുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ആ അനുഭവ സമ്പത്ത് വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ ഗോപൻ സ്വാമി സപ്പോർട്ടർ ആണെന്നുള്ളതാണ്. എന്നിരുന്നാലും ഇന്നലെ 24 ന്യൂസിലെ ചർച്ചാ വേളയിൽ അവതാരകരായിട്ടുള്ള ഹാഷിമി ജോർജ് ജോസഫിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കല്ലറ പൊളിച്ച സമയത്ത് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇരുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമി കല്ലറയിൽ കാണപ്പെട്ടത് അല്ലെ. മാത്രമല്ല പുള്ളിക്കാരന് കഴുത്തറ്റത്തോളം ഭസ്മമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിൽ അസ്വാഭാവികത ഒന്നും കാണാനുമില്ല. ഇപ്പൊ നിലവിൽ ഗോപൻ സ്വാമിയെ കല്ലറയിൽ കുഴിച്ചു മൂടുന്ന സമയത്ത് പുള്ളിക്കാരന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പോലീസ് തേടുന്നത്. അതിൽ പ്രധാനമായും പോലീസ് നോക്കുന്ന കാര്യം എന്താണ്? കൈത്തറ്റത്തോളം ഭസ്മത്തിലാണല്ലോ ഗോപൻ സ്വാമിയെ കുഴിച്ചിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് കല്ലറയിലേക്ക് വെക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അവിടെ വെച്ച് ശ്വസിക്കും അല്ലെ. അങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് ഈ ഭസ്മം മൂക്കിനുള്ളിലൂടെ ശ്വാസകോശത്തിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നിലവിൽ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അയാളെ ജീവനോടെ കുഴിച്ചു മൂടിയതാണ് എന്നുള്ള അനുമാനത്തിലേക്ക് എത്തേണ്ടി വരും. അപ്പൊ അതിനെ കുറിച്ചാണ് ഹാഷിമി ജോർജ് ജോസഫിനോട് ചോദിക്കുന്നത്. അന്നേരമുള്ള പുള്ളിക്കാരന്റെ മറുപടി കൊണ്ടൊന്ന് കേട്ടു. ജോസഫ്, ഈ പോലീസിന്റെ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഇതിൽ അസ്വാഭാവികതയില്ല എന്ന് തന്നെയാണോ? ഒന്ന് ശരിയാണ്. പക്ഷെ അതിനുശേഷം പോലീസിന്റെ പ്രതികരണം വരുന്നുണ്ട്. എടുത്തു ചോദിക്കുന്നു, ഇതിൽ അസ്വാഭാവികതയില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടല്ലോ, അവരുടെ കുടുംബം പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് തന്നെ പോലീസ് കൃത്യമായി തന്നെ പറയുകയാണ്. അതിന് കാരണം അവർ പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ ബാക്കി പരിശോധനകൾ പൂർണ്ണമാകണം. പക്ഷെ പോലീസ് ഈ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അടക്കം അംശം എന്തുകൊണ്ടോ സംശയിക്കുന്നുണ്ട്. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ മാറില്ലേ ശ്രീ ജോർജ് ജോസഫ്? ഞാൻ ആ പോലീസിൻ്റെ വെർഷനോട് വിയോജിക്കുകയാണ്. കാരണം ഇത് ഈ ഡെഡ് ബോഡി എടുത്ത 5-ാം ദിവസത്തിന് ശേഷമാണ് ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവർ കഴുത്ത് വരെ പൂജാദ്രവ്യങ്ങൾ ഇടുകയും ഭസ്മം ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോലീസിന് ഇപ്പം പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ സമാധിയിലേക്ക് പോയത് 3-4 ദിവസമായിട്ട് അതേ ആഹാരം കഴിക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും വയറ്റിനകത്ത് ഫുഡ് ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒരു ഫുഡും കാണില്ല. ഭക്ഷണം കഴിച്ചു, അത് അങ്ങനെ തന്നെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം. യൂറിൻ ഒട്ടും കാണില്ല. ഇല്ല പറയണത് ഇല്ലില്ല. അതൊക്കെ അത് ഞാൻ വിയോജിക്കുന്നതിൻ്റെ കാരണം ഒരു ഭക്ഷണം കഴിച്ചാൽ ഹെവി ആയിട്ട് കഴിച്ചാലും 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയും അത് ഡൈജസ്റ്റ് ചെയ്ത് തീരും. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർ ഈ ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഭക്ഷണം വെച്ചിട്ടാണ്. ഇവിടെ അത് പറ്റത്തില്ല. ഭക്ഷണം ഇല്ല, രക്തത്തിൽ കാണില്ല, യൂറിനറി ബ്ലാഡറിൽ അതിനകത്ത് യൂറിനും ഉണ്ടാവില്ല.
കാരണം അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വന്ന് അവസാന ദിവസം ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. നേരത്തെ 3 ദോശ 2 ദോശ കഴിച്ച് ഇതൊക്കെ ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അല്ലല്ല സാർ, കഞ്ഞി കുടിച്ചു. ആ ദോശയും വേണ്ട ശേഷം കഞ്ഞി കുടിച്ചു, ബിപിക്ക് ഷുഗറിനെ മരുന്ന് ആരോഗ്യവാന ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്തു. കഞ്ഞി കുടിക്കാൻ ഇല്ല കഞ്ഞി കുടിച്ചാൽ 1 മണിക്കൂർ ഉണ്ടാവും ഡൈജസ്റ്റ് ചെയ്യും. എന്തായാലും കോമഡി ആയിരിക്കും. 5-6 ദിവസമായിട്ട് പുള്ളിക്കാരൻ ഒരു ഭക്ഷണവും കഴിച്ചിരുന്നില്ല. വെറും വയറ്റിൽ എങ്ങനെ സമാധി ആയതാണെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ സമർത്ഥിക്കാൻ നോക്കായിരുന്നു. അതിന്റെ ഇടയിൽ കൂടാണ് ആശയം കയറിയ പോയിന്റ് അങ്ങ് എടുത്തത്. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പുള്ളിക്കാരൻ കഞ്ഞു കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അത് പറഞ്ഞതിന് ശേഷമുള്ള ജോർജ് ജോസഫിന്റെ ഉരുണ്ടുകളെയാണ് കോമഡി. അതും 1 മണിക്കൂർ കൊണ്ട് ദഹിക്കൂല എന്നുള്ളത്. മിസ്റ്റർ ജോർജ് ജോസഫ് പുള്ളിക്കാരൻ കഞ്ഞും കുടിച്ച് ബിപിനും ഷുഗറിനും മരുന്നും കഴിച്ച് അങ്ങനെ പോയി സമാധി ആയത് എന്നുള്ളതാണ് ഗോപൻ സ്വാമിയുടെ മക്കളും അമ്മയും പറഞ്ഞത് അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കഞ്ഞി ദഹിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടാകും. അങ്ങോട്ട് പറയന്നല്ലേ. ഇവിടെ പുള്ളിക്കാരൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അയാൾ ഏത് സമയം മരിച്ചു എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ നോക്കുന്നത് അയാളുടെ ശരീരത്തിലുള്ള ഭക്ഷണത്തിന്റെ അംശം വെച്ചിട്ടാണ്. ഇവിടെ പുള്ളിക്കാരന്റെ വയറ്റിൽ ഭക്ഷണത്തിന്റെ അംശം ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു വരികയും. പക്ഷെ ഇവിടെ ഒരു അമളി പറ്റിയ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഗോപൻ സ്വാമിയുടെ മക്കൾ കഞ്ഞി കുടിച്ചത് പറഞ്ഞ കാര്യം ഈ ജോർജ് ജോസഫ് അങ്ങ് ശ്രദ്ധിച്ചില്ല. പോട്ടെ, സാരില്ലേ, ഇനിയിപ്പോ എന്ത് പറയാനാണ്, ബാക്കി പറഞ്ഞാട്ടെ. ശ്വാസകോശത്തിൽ ഭസ്മം ഉണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ മാറില്ലേ? ശ്വാസകോശത്തിൽ ഇല്ലില്ല, മാറത്തില്ല. ഭസ്മം വരുമല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് നിൽക്കും. ഏറ്റവും അവസാനം നിൽക്കുന്നത് എന്താണ്? ബ്രെയിനാണ്. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ശാസ്ത്രീയ ഇത് വന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും സ്വല്പം 5 മിനിറ്റോളം ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാവുന്നതാണ് പറയുന്നത് മരിച്ച ശേഷവും. അപ്പോൾ അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ശാസ്ത്രബോധം നല്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ടൈം ഓഫ് ഡെത്തിൻ്റെ അത് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യം മൂലം അവർ പറയുന്നുണ്ട് ഇതൊരു സമാധിയാണ്. അപ്പോൾ മരണവും സമാധിയെപ്പറ്റിയും ഈ ശാസ്ത്രബോധം മാത്രമാണ് നമ്മളെല്ലാവരും വിളമ്പുന്നത്. ഇന്ത്യൻ തത്വദീക്ഷയൊന്നും ആരും വിളമ്പുന്നില്ല. എന്തിനു തത്വദീക്ഷയൊക്കെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യം? ഇവിടെ സാധാരണക്കാർക്ക് ഈ വിഷയത്തിൽ ശാസ്ത്രീയപരമായിട്ടുള്ള വിശദീകരണമാണ് കിട്ടേണ്ടത്. എങ്ങനെ മരിച്ചു? മക്കള് തല്ലിക്കൊന്ന് സ്ലാബിൽ ഇട്ടതാണോ? അത് ജീവനോട് ഇട്ട് മൂടിയതാണോ? ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മരിച്ച് അവിടെ കൊണ്ടിട്ടതാണോ? ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയേണ്ടത്. അതല്ലാണ്ട് തത്വദീക്ഷയിൽ സമാധിയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയേണ്ടത്. നിങ്ങളെപ്പോലുള്ള സ്വാമി ഭക്തന്മാർക്ക് ചിലപ്പോൾ അതായിരിക്കും അറിയേണ്ടത്. അത് ഇവിടെ വന്ന് വിളമ്പേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് വല്ല അമ്പലത്തിലോ ആശ്രമത്തിലോ അങ്ങ് വന്ന് വിളമ്പിയാൽ മതി. ഇങ്ങനെയാണെങ്കിൽ സുഖമല്ല കാര്യങ്ങൾ. നമുക്കൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാളെ തല്ലിക്കൊന്നും ഒരു സ്ലാബിലിട്ട് മൂടാം. എന്നിട്ട് കുറച്ച് സുഗന്ധദ്രവ്യങ്ങളും കുറച്ച് ഭസ്മം അതിലെടുത്തിടാം. എന്നിട്ട് പറയാം സമാധി ആയതാണെന്ന്. അപ്പൊ പിന്നെ ഒരു പോലീസുകാരൻ അന്വേഷിക്കാനും വരില്ല, ഒരു കോടതിയിലേക്ക് കേസും പോകില്ല. കൊലയാളികൾക്ക് എളുപ്പവും കാര്യങ്ങൾ അല്ലേ. ശ്രീ ജോർജ് ജോസഫ്, നിങ്ങളൊരു പോലീസ് ഓഫീസർ തന്നെ ആയിരുന്നു അല്ല? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ വിടുവായുത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടോണ്ട് ചോദിച്ചു പോയതാണ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഒരു പോയിന്റ് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നല്ലോ, മരിച്ചു കഴിഞ്ഞാണെങ്കിൽ 5 മിനിറ്റോളം ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് കരുതി ഒരാൾ ശ്വാസം വലിക്കും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഇതേ ഡൗട്ട് ആച്ചിമി ജോർജ് ജോസഫിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള ജോർജ് ജോസഫിന്റെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. അല്ലല്ല, അത് അല്ല, ശ്വാസകോശത്തിൽ അവർ ഭസ്മം ആ സുഗന്ധദ്രവ്യങ്ങൾ കഴുത്ത് വരെ തല മുഴുവൻ ഭസ്മം ഇട്ടിട്ടുണ്ട്. കുറേയൊക്കെ വായിക്കോട്ടും വാ തുറക്കും. കാരണം ഈ പുട്രിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തുമ്പം ഡീക്കേ ചെയ്ത് കഴിയുമ്പം വാ തള്ളും, നാക്ക് തള്ളും, അതിനകത്ത് ഭസ്മം കയറും. അത് ശരി, വായിലൂടെ ഭസ്മം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറ്റിലേക്കല്ലേ പോകേണ്ടത്? എങ്ങനെയാണ് ശ്വാസകോശത്തിലേക്ക് പോവാ? അങ്ങോട്ട് അടിച്ച് വിടന്നല്ലേ. ബാക്കി ഉണ്ടോക്കാം. വായിക്കൂടെ പോയി ശ്വാസകോശത്തിൽ പോവും സാറേ, വയറ്റിലല്ലേ പോവും? അല്ലല്ല, അത് അപ്പോൾ പോവും. അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ശാസ്ത്രം കുറച്ചുകൂടെ പഠിക്കുക, സുവോളജി കുറച്ചുകൂടെ പഠിക്കുക. ഞാൻ സുവോളജി പോസ്റ്റ്മോർട്ടത്തിന്റെ എല്ലാ പോസ്റ്റ്മോർട്ടത്തിൽ കയറുന്നത് അല്ലെ, സുവോളജിയും ബയോളജിയും എല്ലാം പഠിക്കണം. താങ്കളുടെ സുവോളജിയിലും ബയോളജിയിലും അറിവ് ഇപ്പൊ കണ്ട് മനസ്സിലാക്കി. ടൈം ഓഫ് ഡെത്ത് കൺഫേം അല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആള് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്നങ്ങ് തട്ടിവിടാം. പിന്നെ മരിച്ച ഒരാളെ ഭസ്മത്തിലിട്ട് മൂടി കഴിഞ്ഞാണെങ്കിൽ അയാളുടെ ശ്വാസകോശത്തിൽ ഭസ്മം കടക്കുമെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വേറെ വിളിച്ച് പറയുക. ഇതല്ലേ താങ്കളുടെ അറിവ്? എന്തായാലും കൊള്ളാം താങ്കളുടെ അറിവ്. ബാക്കി പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ടാണ് പോലീസിൽ അത് ക്ലാസ് നന്നായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ആ CIമാർ അങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇതിന്റെ ഓരോ സ്റ്റെപ്പും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം മരണവും സമാധിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം. അതിനകത്ത് ശാസ്ത്രബോധമുണ്ട്, മരണം മാത്രം. ഹൈക്കോടതി ഇടപെട്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടന്നല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് പ്രൈമറി റിപ്പോർട്ട് ഹാർട്ട് ഫെയിലിയർ ആണ്, അല്ലേ? അത് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പുറത്തോട്ട് അത് തന്നെ അയാളുടെ മക്കളും ഭാര്യയും പറഞ്ഞു സമാധിയാണ്. നമുക്ക് സമാധി എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ നമ്മളത് പറയുന്നത്. അത് ഇന്ത്യൻ കൺസെപ്റ്റ് സമാധി പഠിച്ചേ പറ്റുള്ളൂ. അത് ദേഹത്തുനിന്ന് ദേഹി വിട്ടുപോകുന്ന ഇതാണ്. അത് ഇന്ത്യ സ്വാമിമാർ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്ക് മരണത്തിന് മുമ്പ് 2-3 ദിവസം കൊണ്ട് അവർക്കറിയാം മരിക്കാറായി എന്ന് അറിയാം. അതെല്ലാവർക്കും വരും. ആശ്മയ്ക്കും എനിക്കും ഒക്കെ മരണാസനാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബോധം വരും. എന്ത് ബോധം? ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത്? ഇയാൾ വല്ല ആശ്രമത്തിലും പോയി പഠിച്ചിട്ട് എങ്ങനെയാണ് IPS എടുത്തത്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. ഒരു IPS ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്.
അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥന് വായിൽ നിന്ന് വരേണ്ട വാക്കുകളാണോ ഇതെല്ലാം? ശാസ്ത്രീയപരമായി കാര്യങ്ങളെ സമീപിക്കേണ്ട ഒരാളാണ് ഇമാതിരി അന്ധവിശ്വാസങ്ങളൊക്കെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നത്. ഇയാളൊക്കെ എങ്ങനെയാണ് ഒരു SP ആയി മാറിയത്? അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും കാലം ഇയാളൊരു മതിപ്പുണ്ടായിരുന്നു. നാട്ടിൽ എന്തെങ്കിലും ക്രൈമോ കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാണെങ്കിൽ ഇയാൾ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടി ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി അതങ്ങ് പോയി. എന്തായാലും കൊള്ളാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പൊ 2-3 കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളൊരു ദുരൂഹത ആരോപിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണം. ശരി, ഇന്നൊരു കാര്യത്തിലും ദുരൂഹത ആരോപിക്കണ്ട, ഇങ്ങനെ കൈ കെട്ടി നോക്കിക്കാം. പ്രത്യേകിച്ച് അച്ഛനെ ഈ സ്നാബിലിട്ട് മൂടി സമാജാണെന്ന് പറഞ്ഞ് മക്കള് വരുമ്പോ നമ്മളിങ്ങനെ കൈ കെട്ടി നോക്കിക്കാം. ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത്? ദുരൂഹത ആരോപിക്കേണ്ടടുത്ത് ആരോപിക്കണം മിസ്റ്റർ. എന്നാൽ അതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ബാക്കി പറ. ഉണ്ടോന്ന് അറിയില്ല. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നാളെ ആ ഫോറൻസിക്കിന്റെ ഭാഗമായി ഈ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോട് ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം നടത്താനും ഉള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. കാര്യം അവരുടെ അച്ഛനെ, അവരുടെ ഭർത്താവിനെ, അവരുടെ വീട്ടിലെ ഒരാളെയാണ് നമ്മുടെ പലരുടെയും സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെടുത്തത്. എന്തിന്? ഇവിടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും പൊതുജനത്തോടും ഗോപൻ സ്വാമിയോടും മാപ്പ് പറയണം. അതാണ് എന്റെ അഭിപ്രായം. കാരണം അവരാണ് ഇതിനെല്ലാം അവസരം ഉണ്ടാക്കിയത്. അതിനവര് ക്ഷമ പറഞ്ഞേ പറ്റൂ. പിന്നെ അനാവശ്യമായി ഇതൊരു വർഗീയ പ്രശ്നമാക്കാൻ നോക്കിയതിന് അവർക്കെതിരെ കേസും എടുക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കോമഡി ആയിക്കണം. ജോർജ് ജോസഫും കൊള്ളാം, രാഹുൽ ഈശ്വറും കൊള്ളാം. രണ്ടൊരു വണ്ടിക്കുള്ള ആൾക്കാർ. ഇപ്പൊ മനസ്സിലായല്ലോ വിവരം വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണെന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.